ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനർപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വാദം ഇന്നും തുടരും. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കേന്ദ്രത്തിന് വേണ്ടി ഹാജരാകുന്നത്. യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി തെറ്റാണെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. അതേസമയം സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഇപ്പോഴും തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുവെന്ന് ജസ്റ്റിസ് വി നാഗരത്ന വാദത്തിനിടെ നിരീക്ഷിച്ചു. എന്നാൽ ആചാരങ്ങളെ ലിംഗവിവേചനമായി കാണരുതെന്നും തൊട്ടുകൂടായ്മയായി കൂട്ടിക്കുഴയ്ക്കരുതെന്നുമായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇന്നും വാദം കേൾക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വാദം ഇന്നും തുടരും. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കേന്ദ്രത്തിന് വേണ്ടി ഹാജരാകുന്നത്. യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി തെറ്റാണെന്നാണ് കേന്ദ്രത്തിന്റെ പ്രധാനമായ വാദമെന്ന് പറയുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഇപ്പോഴും തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുവെന്ന് ജസ്റ്റിസ് വി നാഗരത്ന വാദത്തിനിടെ നിരീക്ഷിക്കുകയുണ്ടായി. എന്നാൽ ആചാരങ്ങളെ ലിംഗവിവേചനമായി കാണരുതെന്നും തൊട്ടുകൂടായ്മയായി കൂട്ടിക്കുഴയ്ക്കരുത് എന്നതുമായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി.